ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ കിഴങ്ങ് വെച്ചിട്ടുള്ളത് റൈസാണ് കേട്ടോ. കിഴങ്ങ് വേണം, തക്കാളി, പച്ചമുളക്, സവാള ഇതൊക്കെ ഇതിന് വേണേ. 2 ഗ്ലാസ് അരിക്കുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരുപാട് അരി ഇട്ട് വെക്കുന്നെങ്കിൽ അരിയുടെ അളവ് കൂടുന്നുണ്ടെങ്കിൽ പച്ചക്കറിയുടെ അളവും കൂടി കൂട്ടിക്കോ കേട്ടോ. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെക്കണം. ബിരിയാണി അരിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇങ്ങനെ കുതിർക്കാൻ വെച്ചേക്കുവാണ്. ഒരു അരമണിക്കൂർ കുതിർത്താൽ അത്രയും നല്ലത്. കുതിർത്തില്ലെങ്കിലും വേണ്ടില്ല കേട്ടോ. ഓക്കെ, അതിനുശേഷം നമുക്ക് നമ്മുടെ സ്വന്തം കറിവേപ്പിലയിൽ നിന്ന് കുറേ കറിവേപ്പിലയും കൂടെ എടുക്കാവേ. എന്നിട്ട് നമുക്ക് കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി എന്തൊക്കെ പൊടികൾ വേണ്ടതെന്ന് പറയാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല വേണം. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ബിരിയാണി മസാല എടുത്തിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിലും ഗരം മസാല മതി കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളേ. പിന്നെ നമുക്ക് സ്പൈസസ് വേണേ. ഗ്രാമ്പൂ, കറുകപ്പട്ട, ഏലക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച്. നമുക്ക് സൺഫ്ലവർ ഓയിൽ ഇതിലുണ്ടാക്കാം. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. അപ്പം നമുക്കത് വേണ്ട, നമുക്ക് സൺഫ്ലവർ ഓയിലിൻ്റെ അകത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നെയ്യ് ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അത് നമുക്ക് എണ്ണ ചൂടായ ഉടനെ ഈ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കാം. അതൊന്നും മൂത്ത് വന്ന ഉടനെ നമുക്ക് ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാമേ. ഒരെണ്ണം ഇട്ട് വഴറ്റിയ ശേഷം അടുത്തത് ഇടണം, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇത് എല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഇതൊന്ന് വഴണ്ട് വരണേ. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണേ. നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇത് കാണണേ. എന്നിട്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. ഇതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നു. ഈ ഒരു പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള പൊടികളൊക്കെ ഇട്ട് കൊടുക്കാമേ. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു, ആ പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. ഒന്നിച്ച് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സിമ്മിലിട്ടങ്ങ് വഴറ്റിയാൽ മതി കേട്ടോ. അടി പിടിക്കാതെ. ഒരുപാട് തീയാകുമ്പോഴത്തേക്ക് അതങ്ങ് കരിഞ്ഞു പോകത്തില്ലുകൊണ്ട് നമുക്ക് സിമ്മിലിട്ട് തന്നെ, ചെറു തീയിലിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അരിയും കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാമേ. എല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ചിക്കൻ മസാലയും ഈ സ്പൈസസ് ഒക്കെ ഇട്ടില്ലേ, ശരിക്കും ബിരിയാണിയുടെയൊക്കെ ആ ഒരു മണവും ടേസ്റ്റും ഒക്കെ തന്നെ കിട്ടും. പക്ഷേ ചിക്കൻ ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് 2 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ്. ഇത് തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ ഈ ഇതൊക്കെ കിടന്ന് കുതിരുവല്ലേ. അപ്പോൾ അതിന് നല്ലത് തിളച്ച വെള്ളം ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം വെന്ത് കിട്ടുകയും ചെയ്യും, സമയം ലാഭിക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി മുന്തിട്ട് നിൽക്കാവേ, ഇങ്ങനെ ഉപ്പേ ഇങ്ങനെ മുമ്പില്ല. അപ്പോൾ ഈ അരിയൊക്കെ വെന്ത് വരുമ്പം അത് പാകമാകുമ്പോഴത്തേക്ക് ഉപ്പ് കറക്റ്റ് ആയിക്കോളും. കുറച്ചിട്ടാൽ അരിയിലൊക്കെ പിടിച്ച് വരുമ്പോൾ ഉപ്പ് കുറവായിരിക്കും. എന്നിട്ടൊരു 2 വിസിൽ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളി കുക്കർ പൊട്ടറ്റോ ബിരിയാണി എന്നൊക്കെ പറയാം. വേണമെങ്കിൽ റൈസ് റെഡി ആയിക്കിട്ടെ കേട്ടോ. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെയാണ്. കുട്ടികൾക്കൊക്കെ ഇത് ലഞ്ച് ബോക്സായിട്ട് കൊടുത്തു വിടാനും നല്ലതാണ്. കുട്ടികളെല്ലാം നന്നായിട്ട് കഴിക്കുകയും ചെയ്യുന്നു. കറികളൊന്നും വേണ്ട കേട്ടോ. ഒരു അച്ചാറും ഒരു പപ്പടവും മതി. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. ടാറ്റാ.